ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും AJ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആമസോണിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ്നർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിവ്യൂ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എൻ്റെ ഫസ്റ്റ് സ്ട്രെയിറ്റ്നർ ആണ് കേട്ടോ ഇത്. ഇതിന് മുമ്പ് വാങ്ങിയിട്ടുള്ളത് ഒരു കുട്ടി സ്ട്രെയിറ്റ്നറാണ്, മിനി ഹെയർ സ്ട്രെയിറ്റ്നർ ആണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. അപ്പോൾ ഇത് വലിയ നോർമൽ സ്ട്രെയിറ്റ്നർ തന്നെയാണ്, ഫിലിപ്സിൻ്റെ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്ട്രെയിറ്റ്നറിൻ്റെ റിവ്യൂ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആമസോണിൽ നമുക്ക് ഗിഫ്റ്റായിട്ട് നമുക്കൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് തന്നെ നമുക്ക് ഗിഫ്റ്റായിട്ട് റാപ്പ് ചെയ്ത്, അതേപോലെ തന്നെ അതിൽ നമുക്ക് എന്തെങ്കിലും മെസ്സേജ്, അവർക്ക് എന്തെങ്കിലും മെസ്സേജ്, നമുക്ക് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും മെസ്സേജ് ഐ ലവ് യു എന്നോ അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും മെസ്സേജും കൂടെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ആ ഒരു ഓപ്ഷൻ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം ആമസോണിൽ നിന്ന് ഞാനിത് ഗിഫ്റ്റായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ആ ഗിഫ്റ്റ് ബോക്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് വരിക നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഞാൻ ആമസോണിൽ പ്രൈം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 2 ദിവസം കൊണ്ട് ഈ സാധനം കിട്ടിയിട്ട് എൻ്റെ കയ്യിൽ കിട്ടി. ചില പ്രോഡക്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന ദിവസം തന്നെ കിട്ടും, അതല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമായിട്ട് കിട്ടും. അങ്ങനെ പ്രൈം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പം ഞാൻ ഒരു വർഷത്തേക്ക് 399 ആണ് പ്രൈം മെമ്പർഷിപ്പിന് തോന്നുന്നു. അപ്പം അങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ അങ്ങനെ പ്രൈം മെമ്പർഷിപ്പ് എടുത്തിട്ട് ഫസ്റ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റാണ് ഈ ഒരു സ്ട്രെയിറ്റ്നറും അതേപോലെ തന്നെ ട്രിമ്മറും. അപ്പം അതിൽ ഇങ്ങനെയാണ് ബോക്സിൽ നമുക്ക് വരുന്നത്. ഇത് ബോക്സ് അല്ല, ഇങ്ങനെയാണ് അവർ റാപ്പ് ചെയ്ത് തരുന്നത്. നമുക്ക് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഈ ഒരു പാക്കിങ്ങിലാണ് വരുന്നത്. അപ്പം ഞാൻ ആദ്യം സ്ട്രെയിറ്റ്നർ കാണിക്കാം. ട്രിമ്മറാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ട്രെയിറ്റ്നർ ഇതാണ്, ലാവൻഡർ കളറിലാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു പിങ്കിഷ് ഷെയ്ഡാണ്, നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് പിങ്ക് കളറാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1600 ഉള്ളിലാണ് വരുന്നത് കേട്ടോ. 1500 സംതിങ് ആണ് വരുന്നത്. ഇതേപോലെ ഒരു അടിപൊളി കവറിങ്ങിലൊക്കെയാണ് വരുന്നത്. ഇതാ കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. പുറത്ത് ലാവൻഡർ ആണ്, ഫിലിപ്സിൻ്റെ ആണ് കേട്ടത്. ഫിലിപ്സിൻ്റെ ആണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം വയറൊക്കെ അത്യാവശ്യം നീളമുണ്ട്. നമുക്ക് കുറച്ച് ദൂരെ നിന്നിട്ട് നമ്മൾ ഫ്ലഗൊക്കെ കുറച്ച് ദൂരെയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവും. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ഇതിൻ്റെ വയറ് കിടക്കുന്നത്. പെട്ടെന്ന് തന്നെ ഹീറ്റ് ആവുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഓണോ ഓഫ് ചെയ്യാനുള്ള, അതായത് സ്പീഡ് നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള സംഭവം വരുന്നുണ്ട്. ഇതിങ്ങനെ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു യെല്ലോ ലൈറ്റ് കത്തും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പം നമുക്ക് ഈ ഒരു ഹെയർ സ്ട്രെയിറ്റ്നറും അതേപോലെ തന്നെ ട്രിമ്മറും വർക്ക് ചെയ്യുന്നുണ്ടോ, എന്തൊക്കെയാണ് അതിൻ്റെ റിവ്യൂ എന്നുള്ളതൊക്കെ കാണണ്ടേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു സ്ട്രെയിറ്റ്നർ ഞാൻ സ്വിച്ചൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ അവിടെ ഒരു സ്വിച്ച് ഇങ്ങനെ കത്തുന്നുണ്ട്, ഒരു ഗ്രീൻ കളറിൽ ലൈറ്റാണ് വരുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. നമുക്ക് ചൂട് എത്ര വേണം എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ എൻ്റെ ഹെയറിൽ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, അതൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പം നിങ്ങളിതൊക്കെ ഇങ്ങനെ എന്താ പറയുക, സ്ട്രെയിറ്റ്നറൊക്കെ വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഹെയർ കുറച്ചും കൂടെ കാലം നിൽക്കണം എന്നുണ്ടെങ്കിൽ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, അപ്പോൾ ഡെയിലിയുള്ള യൂസൊക്കെ ഒന്ന് കുറയ്ക്കുക കേട്ടോ. അപ്പം ഞാൻ ഡെയിലി ഒന്നും യൂസ് ചെയ്യാറില്ല, എവിടെയെങ്കിലും പോകാനുള്ള സമയത്ത് മാത്രമേ ഉള്ളൂ. ഓൾറെഡി എൻ്റെ ഹെയർ നന്നായിട്ട് ഡാമേജ്ഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഹെയറിൽ അങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും ഇപ്പോൾ ചെയ്യാറില്ല. നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ സ്ട്രെയിറ്റ് ആയി വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഹെയർ ഓൾറെഡി സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാണ്, പക്ഷേ അതിൻ്റെ എഫക്റ്റ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നോർമൽ ഹെയർ ആയിട്ടാണ് എൻ്റെ മുടി ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ സ്കാൽപ്പിൻ്റെ ഭാഗത്തൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എനിക്കൊരു പ്രാവശ്യം എൻ്റെ നെറ്റീൻ്റെ ആ സൈഡ് പൊള്ളിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങളുടെ ഫ്രണ്ടത്തെ പോർഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബാക്കിലേക്ക് ചെയ്യുന്നതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു 5 മിനിറ്റ്, ഒരു 7 മിനിറ്റ് പറയാം നമുക്ക്. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് ഏകദേശം സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്, സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറിലാണ് കിട്ടിയത്. നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ബാക്കത്തെ പോർഷനിലൊന്നും ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് 2 സൈഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിലേക്ക് എൻ്റെ നോർമൽ ഹെയർ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ 2 സൈഡും ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ കുറച്ച് നേരമൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതേ കണ്ടില്ല, എൻ്റെ ഹെയറിൽ എൻ്റെ ബാക്കിലുള്ള ഹെയർ കണ്ടില്ല, അവിടെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അവിടെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് മുടി. നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത ഭാഗത്ത് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡിഫറൻസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്ട്രെയിറ്റ്നറാണ് ഈ ഒരു റേറ്റിന്. പിന്നെ ഫിലിപ്സിൻ്റെ ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിലും നല്ല അടിപൊളി സ്ട്രെയിറ്റ്നർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ട് പറയണം. പിന്നെ എൻ്റെ ബ്രഷ് ടൈപ്പ് ഉണ്ട്, പക്ഷേ അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. നമുക്ക് എല്ലാ സ്റ്റൈലിങ്ങും ചെയ്യാൻ വേണ്ടി പറ്റുക ഈ ഒരു സ്ട്രെയിറ്റ്നർ, ഇങ്ങനത്തെ സ്ട്രെയിറ്റ്നറാണ്. ബ്രഷ് വരുന്ന സ്ട്രെയിറ്റ്നർ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. അത് യൂസ് ചെയ്ത ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് അത് അത്ര കൊള്ളൂല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കിയത്.
അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ്നർ എന്ന് പറയുന്നത് നന്നായിട്ട് സ്ട്രെയിറ്റ് ആവുന്നുണ്ട്, പെട്ടെന്ന് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി സ്ട്രെയിറ്റ്നർ സാരി ഡ്രൈപ്പ് ചെയ്യുമ്പോൾ ഒക്കെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഇതേപോലത്തെ വലിയ സൈസുള്ള ഒരു സ്ട്രെയിറ്റ്നർ വാങ്ങിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഡെയിലി ചെയ്യേണ്ട കേട്ടോ. ഡെയിലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ നന്നായിട്ട് ഡാമേജ് ആവുന്നുണ്ട് കേട്ടോ. ഞാൻ 2-3 ദിവസം അടുപ്പിച്ച് ചെയ്തപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ്. അതിപ്പോൾ ഏത് സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഡെയിലി സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ പെട്ടെന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, പെട്ടെന്ന് ഹീറ്റ് ആവുന്നുണ്ട്, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്ട്രെയിറ്റ്നറാണ് ഫിലിപ്സിൻ്റെ. അപ്പോൾ ഈ ഒരു ട്രിമ്മറാണ് ഞാൻ എണ്ണ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടല്ലേ, ഈ ഒരു ഗിഫ്റ്റിൽ റാപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെയാണ് വരുന്നത് ഈ പാക്കിങ്ങിൽ. അപ്പോൾ ഇതിൽ ഞാൻ അയച്ചിട്ടുള്ള മെസ്സേജ് കാണുന്നുണ്ടോ വിചാരിക്കും, കണ്ടില്ലേ, ഞാൻ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജിൽ എന്തെങ്കിലും ഒന്ന് എഴുതണ്ടേ, അപ്പം ഞാൻ ഐ ലവ് യു തന്നെ കൊടുത്തു. ഒട്ടും കുറയ്ക്കേണ്ടെന്ന് വിചാരിച്ചു. ഐ ലവ് യു എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മുടെ ആ ബില്ലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വരും ഈ ഒരു മെസ്സേജ്. അപ്പം ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാണ് കേട്ടോ ട്രിമ്മർ. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഇതിൽ 3 ടൈപ്പുള്ളൊരു കോമ്പ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ട്രിമ്മറിൻ്റെ കോമ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിൾ വരുന്നുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് വരുന്നത് ബ്രഷാണ് കേട്ടോ, ഇത് ക്ലീൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ട്രിമ്മർ സൂപ്പർ ആണെന്നാണ് പറഞ്ഞത്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, എണ്ണാണ് യൂസ് ചെയ്തതായിട്ട് യൂസ് ചെയ്തിട്ട് കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം ഇത് എത്ര കാലം കിട്ടും എന്ന് എനിക്ക് അറിയില്ല. ഫിലിപ്സിൻ്റെ ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം നല്ലൊരു ട്രിമ്മറാണിത്. ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റ.